വാതിൽ നിന്നോട് ആരാടാ തുറക്കാൻ പറഞ്ഞത്? ഞാൻ തുറന്നല്ല പറഞ്ഞത്, ആ പ്രേതം തുറന്നതാ. ഈ പ്രേതമാ? അതെ, അത് തന്നെയാ നേരത്തെ ഞാനും കണ്ടത്. ആ കൊട്ട തനിയെ പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്നത്. ഈ പ്രേതം എന്തിനാ കൊട്ടയെ കരിക്കുത്തിരിക്കുന്നത്? അതിന് വേറെ സ്ഥലമൊന്നും കണ്ടിട്ടില്ലേ? ആരും സൗണ്ട് ഉണ്ടാക്കില്ല. ആ പ്രേതം എന്താണെന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കാലോ. ആരും സൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട. എന്താ? ചേച്ചിയായിരുന്നോ? നീ എന്നാ വിചാരിച്ചത്? ചേച്ചി അല്ലാന്ന്. അല്ല, നിങ്ങളൊക്കെ എന്തിനെങ്കിലും പേടിച്ചോടുന്നത്? നീ എന്തിനാ പേടിച്ചോടിയത്? അത് നിങ്ങളൊക്കെ ഓടുന്നത് കണ്ടിട്ട്. അത് പിന്നെ ചേച്ചി, ഞങ്ങൾ വിചാരിച്ച പ്രേതമാണെന്ന്. എന്ത് പ്രേതമോ? ആ ചേച്ചി, പ്രേതമാണെന്നാ ഞങ്ങൾ കരുതിയത്. ഒന്ന് പോടാ അവിടുന്ന്. നിനക്ക് വിചാരിക്കാൻ വേറൊന്നും കണ്ടിട്ടില്ലേ? എന്റെ പിങ്കി ചേച്ചി, ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ പ്രേതമുണ്ട്. ആണോ? വലിയ കാര്യം. പ്രേതം പോലും ഇവർക്കൊക്കെ വട്ട്. എടി പിങ്കി, അവൻ പറഞ്ഞത് സത്യമാ. എന്ത് പ്രേതമുണ്ടെന്നാ? ആടി, ഇവിടെ ശരിക്കും പ്രേതമുണ്ട്. എന്റെ ചക്കി, നിനക്കും വട്ടായോ? എടി വട്ടൊന്നുമില്ല, ഞങ്ങൾ പറയുന്നത് ഒന്ന് വിശ്വസിക്കേ. എന്നാൽ ഞാൻ വിശ്വസിക്കാം. നിങ്ങൾ ആദ്യം കാണിച്ചതാ എവിടെയാ പ്രേതമുള്ളത്? ദാ ആ പെട്ടിയിലുണ്ട്. പെട്ടിയിലോ? അതെന്താ പെട്ടിയില്? ചിലപ്പോൾ പുതിയ പ്രേതമായിരിക്കും. അങ്ങ് പെട്ടിയിൽ നിന്നും പുറത്തടക്കം കീച്ചിട്ടുണ്ടാകില്ല. ഈ പുതിയ പ്രേത? എന്റെ പിങ്കി, ഞങ്ങൾക്കറിയില്ല അതെന്തിനാ പെട്ടിയിൽ കയറിയതെന്ന്. പക്ഷെ അതെന്തായാലും ആ പെട്ടിയിൽ തന്നെയുണ്ട്, അത് ഞങ്ങൾക്ക് ഉറപ്പാ. ശരിക്കും നിങ്ങൾ കണ്ടിനോ? അത് പിന്നെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആ പെട്ടി ഇങ്ങനെ തുറന്നും പൂട്ടിയും കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ നിങ്ങൾ പ്രേതമുണ്ടെന്ന് ഉറപ്പിച്ചത്? പിന്നെ പ്രേതമില്ലാതെ എങ്ങനെയാ അത് തനിയെ തുറന്നും പൂട്ടിയും കളിക്കുന്നത്? അത് വല്ല കാറ്റത്തും സംഭവിച്ചതായിരിക്കും. നോക്കിയേ, ഇപ്പോൾ ഒന്നുമില്ലല്ലോ. അത്രക്കും ധൈര്യമാണെങ്കിൽ നീ പോയിട്ട് ആ പെട്ടി തുറക്കെന്നാൽ. പെട്ടി തുറക്കാനാ? പെട്ടി തുറക്കണ്ട, ആ പെട്ടി തുറന്നാ മതി. അല്ല, ഞാനെങ്ങനെ അത് തുറക്കുക? എനിക്ക് 2 കൈയില്ലേ? ഉണ്ട്. അതിനെ കൊണ്ടങ്ങ് തുറക്ക്. അതല്ല, അഥവാ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിലോ? അപ്പോൾ ചേച്ചിക്ക് പേടിയുണ്ടല്ലേ? പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പേടിപ്പിച്ചാൽ പിന്നെ എനിക്ക് പേടിയാകില്ലേ? ചേച്ചിയല്ലേ പറഞ്ഞത് അതിൽ പ്രേതമൊന്നുമില്ലാന്ന്? പ്രേതമൊന്നും ഉണ്ടാകില്ല, എന്നാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അത് പ്രേതമുള്ളോണ്ടാ എനിക്ക് പേടിയാകുന്നത്. ആ കൊട്ട ഒന്ന് തുറന്നു കാണണമായിരുന്നു. എന്നാ ഇനി വേഗം ചെന്നിട്ട് തുറന്നിട്ട് വാ. ഞാൻ തുറക്കുന്നില്ല, അത് വേറെ ആരെങ്കിലും തുറന്നിട്ട് എനിക്ക് കാണണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ വേറെ ആര് തുറക്കുവാനാ? ഞാനൊന്ന് പറയട്ടെ. ഒന്ന് മാത്രമാക്കണ്ട, നീ 3-4 ഉണ്ടെങ്കിൽ പറഞ്ഞോ. നിങ്ങളൊന്ന് ബായം പൊട്ടി നിൽക്ക് എന്റെ ഏന്റി. പിങ്കി ചേച്ചി എന്താ പറയണമെന്ന് പറഞ്ഞത്? അത് പറ. നമുക്കൊരു വടി എടുത്തിട്ട് ഈ കൊട്ട മെല്ലെ തുറന്നാലോ? ഈ വടീനെ കൊണ്ട് തുറക്കുന്നതാ വലിയ നല്ല കാര്യം. എന്നാൽ നിങ്ങൾ പോയിട്ട് നിങ്ങളെ കൈനെ കൊണ്ട് തുറക്ക്. അത് വേണ്ട, എന്നാൽ വടീനെ കൊണ്ട് തന്നെ തുറക്കാം, അതാ നല്ലത്. ചേച്ചി പറഞ്ഞതുപോലെ വടീനെ കൊണ്ട് തുറക്കുന്നതാ നല്ലത്. എനിക്കും അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് വടി കൊണ്ട് അത് മെല്ലെ പൊന്തിച്ച് നോക്കാം. എന്നാൽ നീ പോയിട്ട് വേഗം വടി എടുത്തിട്ട് വാ. ആര്? ഞാനാ? അമ്പട മുളുസു, വേണമെങ്കിൽ പോയിട്ട് എടുത്താൽ മതി. എടി, ഞാനല്ല ഐഡിയ പറഞ്ഞത്, നീ പോയിട്ട് എടുത്തിട്ട് വാ. നിന്റോടാരാ ഇതുപോലത്തെ ഐഡിയ പറഞ്ഞു തരാൻ പറഞ്ഞത്? നീ പോയിട്ട് എടുത്തോ. ഞാൻ എടുക്കുകയേ, നീ പോയിട്ട് എടുക്ക്. ഞാനും എടുക്കില്ല, നിർബന്ധമാണെങ്കിൽ നീ തന്നെ പോയി എടുത്തോ. പോയി എടുക്കടി. നീ എടുക്ക്. ഞാൻ എടുക്കില്ല. ഞാനും എടുക്കില്ല. നിങ്ങളൊന്ന് നിർത്തുമോ? കുറെ സമയമായി രണ്ടുപേരും അടി കൂടുന്നു. ഒരു വടി എടുക്കുന്നതിനാണോ ഇത്രയും വലിയ തർക്കം? അങ്ങ് അമേരിക്ക പോയിട്ടൊന്ന് വടി കൊണ്ട് വരണ്ടാലോ? ഇവിടുത്തെ മുറ്റത്തുനിന്ന് എടുത്താൽ പോരെ? അതിനു വേണ്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടി കൂടുന്നത്? ഒരു വടി എടുത്തു വരേണ്ട കാര്യമേ ഉള്ളൂ, അല്ലാണ്ട് വിമാനമൊന്നും എടുത്തു വരണ്ട. എടാ, എന്നാൽ നീ പോയിട്ട് വടി എടുത്തിട്ട് വാ. എന്ത്? ഞാനാ? നീ തന്നെ. എന്നാൽ നീ പോയിട്ട് എടുത്തിട്ട് വാ. അല്ല, അതെങ്ങനെ ശരിയാകും? അതെന്താ? അല്ല, നിങ്ങൾ രണ്ടിലും ഒരാൾ പോയിട്ടല്ലേ വടി എടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ 2 പേരിൽ ഒരാൾ തന്നെ പോണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിനക്കും പോയി എടുക്കാം. പോയി എടുക്കടാ. ചേച്ചി, എന്താ? ഞാൻ എടുക്കില്ല. പോയി എടുക്കാനാ പറഞ്ഞത്. ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കില്ല. നിന്നെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് നിർത്ത്. ഒരു വടി എടുത്ത് കൊണ്ടുവരാനാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? വടി ഞാൻ പോയി എടുക്കാം. എന്താ പ്രശ്നം? തീർന്നില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഞാൻ വടിയെടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണം. അതെന്തിനാ? വേറെന്തിനി? എനിക്ക് പേടിയായിട്ട് തന്നെ. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വാ. വേഗം എല്ലാവരും എന്റെ കൂടെ വന്നോ, അല്ലെങ്കിൽ വടിയെടുത്തിട്ട് നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് എന്റെ അടുത്ത് അടി കിട്ടുക.
പോകേണ്ടി വന്നില്ലേ?